ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങളൊന്ന് ധ്യാനിക്കുകയാണ്. ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള വചനം. അങ്ങനെ ഒരു വചനമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും വചനമുണ്ട്. എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരം മുതലാണ് ശരിക്കും നമുക്ക് സൗഖ്യവും അനുഗ്രഹവും പ്രത്യാശയും ഉണ്ടാകുന്നത്. എന്നാൽ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആന്തരിക മുറിവ് ഉണ്ടാകുന്ന ഒരിടം അമ്മയുടെ ഉദരമാണ്. എന്നാൽ അമ്മ ഈ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി ഒന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചാൽ, ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ തൻ്റെ ഉദര ശിശുവിന് വേണ്ടി അമ്മ ശരിക്കും ഒന്ന് സമർപ്പിച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ അനുഗ്രഹം തീർച്ചയായും മക്കളിലേക്ക് ഒഴുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രത്യാശയുള്ള, നല്ല ആത്മവിശ്വാസമുള്ള, നല്ല ദൈവകൃപയുള്ള, ആത്മനിറവുള്ള മക്കളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഏതാനും വചനം നമ്മളിന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ ഒന്ന് ധ്യാനവിഷയമാക്കുകയാണ്. നമ്മളിത് വളരെ ഗൗരവതരമായി കണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുക്കൾ വലിയ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ ഏതാനും ചില വചനങ്ങളൊന്ന് വായിക്കാം. ജെറമിയ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം. ജെറമിയ 1:5. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയമുള്ളവരെ, ഈ വചനമൊന്ന് അഭിഷേകം ചെയ്ത് ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക്, മക്കളിലേക്ക്, ഗർഭശിശുവിലേക്ക്, തലമുറകളിലേക്ക് പകരപ്പെടുന്ന അഭിഷേകമാണ്. കാരണം ദൈവം വളരെ മുൻകൂട്ടി നമ്മളെ പേര് ചൊല്ലി വിളിച്ച് വിശദീകരിച്ച ആ വചനം ഞാനും ഒന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതേ അനുഗ്രഹമാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയണം. വീണ്ടും സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം അതിൻ്റെ 13-ാമത് വചനം. സങ്കീർത്തനങ്ങൾ 139:13. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. അപ്പോൾ ഈ ഒരു ദൈവം നൽകുന്ന ഈ അനുഗ്രഹം ഞാനിങ്ങനെ ഏറ്റുപറയുമ്പോൾ അതേ അനുഗ്രഹം എന്നിലേക്കും ഗർഭസ്ഥ ശിശുവിലേക്കും പകരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും യെശയ്യാ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്യുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാന വചനം എൻ്റെ ജീവിതത്തിലേക്ക് അത് അനുഗ്രഹമായി അഭിഷേകമായി വരികയാണ്. വാഗ്ദാന വചനമാണ്. ദൈവം എന്നെ സഹായിക്കുമെന്ന് വാഗ്ദാന വചനത്തിലൂടെ എന്നെ അവിടുന്ന് എനിക്ക് ഉറപ്പ് നൽകുകയാണ്, എന്നെ സഹായിക്കുമെന്ന്. അപ്പോൾ ഈ വാഗ്ദാന വചനം ഈ അമ്മ ഒന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ഗർഭശിശു ഇതേ അഭിഷേകത്തിലെ ഈ ആത്മനിറവിലേക്ക് വരികയാണെന്ന് തിരിച്ചറിയണം. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ എൻ്റെ 1-ാം വചനം. ഉൽപ്പത്തി പുസ്തകം 9:1. നോഹിയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയുവിനെന്ന്. ഈ അനുഗ്രഹം നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിത വഴികളെ പ്രകാശിപ്പിക്കും. വീണ്ടും യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം. യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിന് 1-ാം വചനം. തീരദേശങ്ങളെ, വിജനപ്രദേശങ്ങളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. വീണ്ടും യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 23-ാം വചനം. അവരുടെ അധ്വാന ഫലം വൃഥാവിലാകുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാകുകയില്ല, അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരും അവരുടെ സന്തതികളും അതോടൊപ്പം അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ തലമുറകളിലേക്ക് ഈ അനുഗ്രഹം പകരപ്പെടുമെന്ന് വളരെ വ്യക്തമായി യെശയ്യാ പ്രവചനം 65-23 വചനത്തിലൂടെ നമ്മുടെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. വീണ്ടും ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 41-ാം വചനം. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ ഈ ഇതുപോലെ വചനം വായിക്കുമ്പോൾ എന്നിൽ ഈ നിറയുന്ന ദൈവിക സാന്നിധ്യം എൻ്റെ ഗർഭസ്ഥ ശിശുവിലേക്കും പകരുന്ന പരിശുദ്ധാത്മാവ് നിറയുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണിത്. വീണ്ടും സങ്കീർത്തനങ്ങൾ 104-ാം അധ്യായത്തിൻ്റെ 104-ൻ്റെ
30-ാം വചനം, സങ്കീർത്തനങ്ങൾ 104 വചനം. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് മുഖം നവീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി, എനിക്ക് ജീവിക്കാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ജീവശ്വാസത്തെ അയക്കുന്നത്. ഇതൊക്കെയൊന്ന്, ഈ വചനമെല്ലാം ഞാനൊന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു യഥാർത്ഥത്തിൽ കുറ്റമറ്റ ദൈവപൈതലായി മാറുകയാണ്. ദൈവത്തിൻ്റെ പ്രസാദപരമുള്ള, ദൈവത്തിൻ്റെ തേജസ്സുള്ള, ദൈവത്തിൻ്റെ ചൈതന്യമുള്ള ഒരു ദൈവപൈതലായി മാറുകയാണ്. അമ്മ ഈ വചനമൊന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വിസ്മയകരമായ അനുഗ്രഹം, അഭിഷേകം, സമൃദ്ധി, കൃപ, ആന്തരിക സൗഖ്യം നമ്മളിലേക്ക്, നമ്മുടെ മക്കളിലേക്കും പകരപ്പെടും. അതുകൊണ്ട് ഈ വചനം നമുക്കും നമ്മളെപ്പോലെ ആവശ്യമാണ് മറ്റുള്ളവരിലേക്കും ഇത് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.